ഈദ് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന 750 ഗ്രാം ബിരിയാണി കട്ട് പീസായിട്ടുള്ള മട്ടൻ യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. മട്ടൻ മസാല തയ്യാറാക്കുന്നത് കുക്കറിലാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് സവാള നന്നായി വഴറ്റി കൊടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയി വന്ന സവാളയിലേക്ക് 25 മുതൽ 30 അല്ലി വരെ ചെറിയുള്ളി, ഒരു 15 അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു തുടം വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, ഒരു 6 മുതൽ 8 വരെ പച്ചമുളക് ഇടിച്ചത് ചേർക്കാം. 5 ചെറിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം ഒക്കെ എടുക്കാം. ഇതെല്ലാം ചതച്ചതോ ചോപ്പ് ചെയ്തതോ ചെറുതായി മുറിച്ചതോ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വന്നതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 4 മുതൽ 6 വരെ വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് ചെറിയ തീയിൽ വെച്ച് മട്ടൻ വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബിരിയാണിയിലേക്ക് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തി വെക്കണം. ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാനുള്ള തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറുതായി സ്ലൈസ് ചെയ്തിട്ടുള്ള സവാളയും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് കാഷ്നട്ടും കിസ്മിസും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. റൈസ് കുറച്ചധികം വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പോട്ടിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഉപ്പ് മുന്തി നിൽക്കുന്നത് പോലെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പട്ട, ഗ്രാമ്പു, ഏലക്ക സ്പൈസസും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. വെന്ത് വന്ന മട്ടനിൽ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഒരു ചെറുനാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെന്ത് വന്നിട്ടുള്ള റൈസ് കോരി മാറ്റി ദം ചെയ്യുന്ന പോട്ടിൽ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. മട്ടൻ മസാലയുടെ മുകളിലും ചോറിട്ട് ഗാർണിഷ് ചെയ്യുന്നതെല്ലാം അതിന് മുകളിലിട്ട് കുറച്ച് പാലിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ കുറച്ച് കലക്കി അതിന് മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ദം ചെയ്തിട്ടെടുക്കാം. 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ഇതെടുത്ത് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണേ. താങ്ക്